ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ കള്ളത്തള്ളെ നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട്? അയ്യോ, അവരെന്നെ പെറ്റു എന്നുള്ള ഇടപാട് മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. പിന്നെ എന്തായിരുന്നു ഒരു രഹസ്യം? അത് അവർ 1000 രൂപ എന്നോട് കടം ചോദിച്ചു. എന്റെ ഇല്ലെന്ന് ഞാനും പറഞ്ഞു. എടി, നിന്റെ ഈ മൂടൊക്കെ ഒന്ന് മാറ്റ്. എന്നിട്ട് ഹോസ്റ്റലിൽ പോയി കുഞ്ഞിനെ വിളിക്കേ. നമുക്ക് കൊടൈക്കനാലൊരു ടൂറ് പോകാം. മോക്കെ പരീക്ഷയാ. ഓ, പരീക്ഷ പോയി കാര്യം നോക്കാൻ പറ. പരീക്ഷ എടുത്ത് ജേട്ടാ, ഈ കാശ് എവിടുന്ന് കിട്ടിയെന്നുള്ള സത്യം നിങ്ങൾ എന്നോട് പറയണം. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പിണങ്ങും. അതെ, ചെറിയ പിണക്കൊന്നും ആയിരിക്കത്തില്ല, ഓർത്തോ. രാജു. എന്താ മാഡം? രാജു എന്താ സീരിയസ് ആണോ? ഞാൻ പൊതുവെ സീരിയസ് ആണല്ലോ മാഡം. അതെനിക്കറിയാം. ഞാനല്ല, വേറെ ഏതെങ്കിലും ഒരു പെണ്ണാണ് രാജുവിനെ കല്യാണം കഴിച്ചതെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കാവുമായിരുന്നു. അതെന്താ മാഡം? രാജു ഒട്ടും റൊമാൻറ്റിക് അല്ല. ഞാൻ വല്ല മഹർഷിയായിട്ടും ജനിക്കേണ്ട ആളാ. നോ ഡൗട്ട്. ഫോർ എക്സാമ്പിൾ, രാജു ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് ഇരിക്കട്ടെ. ആ കുട്ടിയും രാജു മാഡം എന്ന് വിളിക്കോ? അതിന് കെട്ടിയിട്ട് വേണ്ടേ മാഡം? അപ്പൊ കല്യാണമേ പ്ലാൻ ഇല്ലായിരുന്നു അല്ലേ? ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കേ. ഈ പഞ്ചാര വർത്താനം പറയുന്നതിനാണോ റൊമാൻസ് എന്ന് പറയുന്നത്? അയ്യോ, ഈ രാജുവിന് പ്രണയത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാനിനി ക്ലാസ് എടുക്കണമല്ലോ. മൈ ഗോഡ്. വേണ്ട വേണ്ട, പ്രണയത്തെ കുറിച്ച് ക്ലാസ് ഒന്നും എടുക്കണ്ട. ഇങ്ങനെ അങ്ങ് പോയാ മതിയേ. ഇതെന്താ മാഡം? രാജു, ബൈക്ക് ബ്രേക്ക് ചെയ്തപ്പോ ഞാൻ പിടിച്ചതാ. രാജു, ഇതിനെ പ്രണയൊന്നും റൊമാൻസ് ഒന്നും പറയും. അയ്യേ, ഞാൻ മാഡത്തെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. ഇനി ബ്രേക്ക് ഓടിക്കുന്നില്ലേ രാജു? എന്തിനാ? കെട്ടിപ്പിടിക്കാൻ. രാജു. എന്താ മാഡം? ഈ ഒരു സിറ്റുവേഷനിലെ എല്ലാരും വിട്ടിട്ട് വന്നപ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. അമ്മമ്മ വിളിച്ചിട്ടല്ലേ മാഡം നമ്മള് പോകുന്നത്? അമ്മമ്മ വിളിച്ചത് നമ്മളെ തറവാട്ടിലേക്ക് കൊണ്ടുപോകാനല്ലേ? എന്തിനാ മാഡം നമ്മളെ അമ്മമ്മ തറവാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? അതെന്തിനാണെന്ന് 2 പേർക്ക് മാത്രമേ അറിയൂ. അതാർക്കാ? ഒന്ന് സൂര്യമംഗലത്തെ സരസ്വതി അമ്മ, ഒന്ന് ദൈവത്തിരൻ.